നടുവേദനയുള്ള മാതാപിതാക്കന്മാരെ, നടുവ് കഴിച്ച് വിട്ടുപോണ പോലെ തോന്നുന്നത്, ഒരു പണി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, കുനിയാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, ഒരു ഭാരം എടുക്കാൻ പറ്റാത്തത്, എന്തെല്ലാം കഷ്ടപ്പെടച്ച് അങ്ങനെ മക്കൾ അനുഭവിക്കുന്ന പല മരുന്ന് കൊണ്ടിട്ട് മരുന്ന് കാണുമ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് മനസ്സിന് നിരാശ വന്നിട്ട് ദയനീയമായിട്ട് മരുന്നിനെ നോക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോയെ, കുടുംബത്തിലെ ദുഃഖങ്ങളെ, കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളെ, അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭാരങ്ങളിൽ നിന്ന് കർത്താവെ അവർ സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലും സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ ജോലിയില്ലാത്ത മക്കളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന, ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പണം അന്വേഷിച്ചു പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വായ്പ അന്വേഷിച്ചു പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മറ്റു സ്ഥാപനങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അവരുടെ രേഖകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ ദിവസം ഡേറ്റ് കുറിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഈ ദിവസമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വന്നതിൻ്റെ പേരിൽ പേടിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും പ്രത്യാശയുള്ളവരും പ്രയാസമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ നിന്റെ വ്യവരാധികളെയും വ്യാപത്തുകളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു.